ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധനും വായിക്കും ആദ്യം മുതൽ ഇന്നും എന്നേക്കും തന്നെ. ആമേൻ. പിതാവേ, ഈ സമയത്തിന് അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങ് ഞങ്ങൾ വന്ദിക്കുന്നു കർത്താവേ. എന്നാൽ അയക്കുന്ന വചനങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഇത് കേൾക്കുവാനും ഇത് കാണുവാനും കർത്താവ്, ഇത് ഗ്രഹിക്കുവാനും ഞങ്ങളുടെ കണ്ണിനെ, ഞങ്ങളുടെ ഹൃദയെ, ഞങ്ങളുടെ ഹൃദയത്തെ തുറന്നു തന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. സൂം മീറ്റിംഗിൽ കൂടിയിരിക്കുന്ന എല്ലാ ഫാമിലിയും ഞങ്ങളുടെ കരങ്ങളോട് സമർപ്പിച്ചു കർത്താവ്. ഈ വചനങ്ങൾ സാക്ഷാൽ അവരുടെ ജീവിതത്തിൽ കർത്താവെ പ്രവൃത്തിയിൽ കൊണ്ടുവരത്തക്കണം. പരിശുദ്ധാത്മാവെ ഓരോരുത്തരുടെ മേൽ കൃപ ചെയ്യുന്നതിനായിട്ട് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നാളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സ് പുതുക്കിയുള്ള രൂപാന്തരത്തെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബിക്കോസ് റിയൽ ട്രാൻസ്ഫോർമേഷൻ കംസ് വിത്ത് എ ട്രാൻസ്ഫോംഡ് മൈൻഡ്. മനസ്സ് പുതുക്കത്തിലോടുകൂടിയാണ് ഒരു വ്യക്തിക്ക് യഥാർത്ഥ രൂപാന്തരം വരുന്നത്. അതുകൊണ്ട് ദൈവം വളരെ ഇമ്പോർട്ടൻസ് ഈ മനസ്സ് പുതുക്കുന്നതിനെ കുറിച്ച് ഒരുപാട് വചനങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. നമ്മൾ ഇന്നലെ കേട്ടതുപോലെ ഇന്ന് അതിന്റെ വേറൊരു മുഖം നമുക്കൊന്ന് തുറക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വചനം എഫേസ്യ ലേഖനം 4-ാം അധ്യായം 20 തൊട്ട് 24. എഫെസോസ് 4:22-24. പക്ഷേ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട് വഞ്ചന നിറഞ്ഞ ആസ്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുകയും നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുകയും. കണ്ടോ, വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ പഴയ ജീവിത ശൈലിയിൽ നിന്ന്. അവിടെ ആയിരുന്നു നമ്മൾ ഈ ലോകത്തിലായിരുന്നപ്പോൾ. പഴയൊരു ജീവിത ശൈലിയിൽ ലോകപ്രകാരമുള്ള ചിന്തകള്, ലോകപ്രകാരമുള്ള കാഴ്ച, ലോകപ്രകാരമുള്ള സംസാരങ്ങള്, ലോകപ്രകാരമുള്ള നമ്മുടെ പ്രതികരണം, ആ ഒരു ദൈവം ഇന്ന് ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് എന്നെ നിങ്ങളെ കൊണ്ടുവന്നു, ഒരു പുതിയ മനുഷ്യനാക്കി കൊണ്ടുവന്നു. അത് ക്രിസ്തുവിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ പഴയ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. അപ്പൊ ഇവിടാണ് നമുക്കൊരു റിയൽ അണ്ടർസ്റ്റാൻഡിങ് വരേണ്ടത്. കാരണം ലോകത്തിൽ ഉണ്ടായിരുന്ന നമ്മളെ ലോകത്തിൽ നിന്ന് എടുത്ത് ദൈവരാജ്യത്തിൽ വീണ്ടും ജനിപ്പിച്ച് നമ്മളെ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ദൈവം നിർത്തിയിരിക്കുക. ആ ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് പറയുമ്പോൾ എഫേസ്യ ലേഖനം 1:4 വാക്യം ഉണ്ടെന്ന് വായിച്ചു. എഫേഷ്യൻസ് 1. ആ ക്രിസ്തുവിൽ നിങ്ങൾ, വചനം പറയുന്നത് യു ആർ ക്രിയേറ്റഡ് ഇൻ ഹോളിനെസ് ആൻഡ് ട്രൂത്ത്. എഫേസ്യ 1:3-4. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചു. 4 തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കമായ ലോകസാമർത്ഥ്യം അവിടുന്ന്. എഫേസ്യർ 1:4 തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ക്രിസ്തുവിൽ ഇങ്ങനെയാണ് നിങ്ങളെ പിതാവ് കാണുന്നത്. യു ആർ ഹോളി ആൻഡ് ബ്ലെയിംലെസ് എന്നാ പറയുന്നത്. വിശുദ്ധരും നിഷ്കളങ്കരുമാക്കിയ പിതാവ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ കാരണം എന്താ ചോദിച്ചാല്, അങ്ങനെ അല്ലായിരുന്നു നമ്മൾ. ഈ ലോകപ്രകാരമുള്ള ജീവിത ശൈലി ഇന്ന് പഴയ മനുഷ്യനെ, അതിനകത്ത് ശരിക്കും ബൈബിൾ പറയുന്നത്, നിങ്ങൾ മനസ്സിന്റെ വഞ്ചന കുറഞ്ഞ നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കുലുഷിതമായ പഴയ മനുഷ്യനെയാണ്. അങ്ങനെ ആയിരുന്നു നമ്മൾ. അതിനെ ദൂരെ എറിയാനാ പറയുന്നത്. ആ ദൂരെ എറിയുന്നത് എങ്ങനെ? നമ്മളല്ല ദൂരെ എറിയുന്നത്. കർത്താവ് ആ പഴയ മനുഷ്യനെ മരിപ്പിച്ചു, യേശുവിൽ ഇട്ട്, യേശുവിൽ ആദാമിക നേച്ചർ, സിൻ നേച്ചറുള്ള എന്നെ നിങ്ങളെ ആ ക്രൂശ് മരണത്തിൽ പങ്കാളികളാക്കി ക്രൂശിച്ചു. അതാണ് റോമാലേഖനം 6-ാം അധ്യായം 3, 4, 5, 11 വരെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. That old man is dead. അത് പിതാവായ ദൈവം ഇന്ന് നിങ്ങളെ കാണുമ്പോൾ ക്രിസ്തുവിലാ കാണുന്നത്. ക്രിസ്തുവിൽ എങ്ങനെയാ കാണുന്നത്? അത് നമ്മളിവിടെ പറഞ്ഞു. വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനാണ്. അതാണ് ദൈവം കാണുന്നത്. പക്ഷെ നമ്മുടെ അത് വളർച്ചയിലേക്ക് നമ്മൾ ഇനിയും വരണം. കാരണം നിങ്ങളുടെ ഉള്ളിൽ വന്ന ക്രിസ്തു ദൈവത്തിന്റെ സകലത്തിന്റെയും ചൈതന്യത്തിന്റെയും ദേഹരൂപമായി വസിക്കുന്ന ക്രിസ്തുവാണ് നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. He's come in complete. You are complete in Christ. അപ്പൊ നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരാണെന്ന് പറയുമ്പോഴും നമ്മുടെ ജീവിത ശൈലിയിലേക്ക്
അതിനെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരാൻ ഒരു പ്രോസസ്സിൽ കൂടെ എന്നെ നിങ്ങളെയും കൊണ്ടുപോകും. അതുകൊണ്ടാണ് പറയുന്നത്, ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞ് ദൂരെ എറിയുവിൻ, ഈ പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. ഇവിടെ വേണം നമ്മുടെ തുടങ്ങാൻ. അപ്പൊ ഏത് സാഹചര്യത്തിന്റെ നടുവിലും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് ഇമോഷൻസ് വരുമ്പോൾ, ഭയമോ ആങ്സൈറ്റിയോ വെറിയോ ഇങ്ങനെയുള്ള എന്ത് വരുമ്പോഴും മനസ്സിലാക്കിക്കോണം, ദാറ്റ്സ് എൻ ഓൾഡ് മാൻ. അത് പഴയ മനുഷ്യന്റെ ജീവിത ശൈലിയാ, അതല്ല ഞാൻ ഇന്ന്. അപ്പൊ എങ്ങനെയായി ഇതെല്ലാം വരുന്നത്? ഇന്നലെ നമ്മൾ പറഞ്ഞു, സാഹചര്യങ്ങളാണ്. സാഹചര്യങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്നെ നിങ്ങളെ ക്രിസ്തുവിന്റെ തകവോളം കൊണ്ടുപോകാനാ, അതിനുവേണ്ടി മാത്രമാണ്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾ വരുമ്പോഴ് മനസ്സിലാക്കണം, സാഹചര്യങ്ങൾ വരുന്നുണ്ട്. സാഹചര്യങ്ങളെ നമ്മളെ ആദ്യമേ സാഹചര്യമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യാൻ പോയാൽ, ഇഫ് യു സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് യുവർ സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ എപ്പോഴും ഭയം, ആങ്സൈറ്റി, വെറി കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്തോട് ഇമോഷൻസ് കയറി സ്റ്റെയറപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ പഴയ മനുഷ്യരിലേക്ക് നമ്മൾ പോകുന്നത്. അതേസമയം ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. വൈ നോട്ട് ദി സെയിം സിറ്റുവേഷൻ ഇറ്റ്സ് എ സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ഫോർ യു. ഈ സെയിം സിറ്റുവേഷൻ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സെയിം സിറ്റുവേഷൻ നമുക്കൊരു ശക്തി പകരാൻ വേണ്ടി ദൈവം അനുവദിച്ചിരിക്കുക. നമ്മളെ ഒരു രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവത്തിന്റെ ഒരു വഴിയാണ്. കാരണം ലോകത്തിൽ നമ്മൾ ഏത് സാഹചര്യം വരുമ്പോഴും നമ്മുടെ കാഴ്ച, നമ്മുടെ ചിന്ത, നമ്മുടെ സംസാരം, നമ്മുടെ പ്രതികരണം എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതിൽ നിന്ന് ക്രിസ്തുവിനൊരു പുതിയ ജീവിത ശൈലിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതേ സാഹചര്യം എൻ്റെ നിങ്ങളുടെ മുന്നേ വരുമ്പോൾ, ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് ദൈവം കൊണ്ടുവരുന്നതിന് ദൈവം ആദ്യം നമ്മുടെ മനസ്സിനെ പുതുക്കണം, നമ്മുടെ ഇമോഷൻസിനെ റിസ്റ്റോർ ചെയ്യണം. നമ്മൾ ഈ മനസ്സും ഇമോഷൻസിനെ റിസ്റ്റോർ ചെയ്യുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് മാറും. ലോകപ്രകാരമുള്ള സംസാരിക്കുകയല്ല, ലോകപ്രകാരമുള്ള സംസാരം എല്ലാം നെഗറ്റീവ്സ് ആയിരിക്കും വരുന്നത് നമ്മൾ. കാരണം ജീവന്റെ മരണത്തിന്റെ അധികാരം നമ്മുടെ നാവിലാണ്. നമ്മളിപ്പോ കേട്ടോ Proverbs 18:21. അപ്പൊ അതിനൊരു ചേഞ്ച് വരണം. അപ്പോൾ ആദ്യം നമ്മുടെ കാഴ്ച, സാഹചര്യത്തെ കാണുന്ന രീതി. അപ്പൊ എന്റെയും നിങ്ങളുടെയും മുന്നിൽ നിൽക്കുന്ന സാഹചര്യമല്ല പ്രശ്നം, സാഹചര്യത്തെ ഞാൻ എങ്ങനെ കാണുന്നു. എൻ്റെ കണ്ണിൽ കൂടെ കണ്ടാൽ ഇത് എന്നെ തകർക്കും. പക്ഷെ അതേസമയം ഞാൻ ക്രിസ്തു ഒരു പുതിയ മനുഷ്യനായിട്ട് ആ ക്രിസ്തുവിന്റെ കണ്ണിൽ കൂടെ ഞാൻ ഇത് കാണാൻ പഠിച്ചാൽ സാഹചര്യം എന്നെ തളർത്താനല്ല, മറിച്ച് സാഹചര്യം എന്നെ വളർത്താൻ ദൈവം അതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വേണം. അപ്പോൾ അതുകൊണ്ടാണ് വൈ നോട്ട് ദി സെയിം സർക്കംസ്റ്റാൻസ് സിറ്റുവേഷൻ ദാറ്റ് യു ആർ ഫീലിംഗ് ഇസ് എ സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ഫോർ യു. അതിന് ഈ സാഹചര്യങ്ങൾ എന്തും ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ നേച്ചറിലേക്ക് എന്നെ നിങ്ങളെയും ട്രാൻസ്ഫോർമേഷനിലേക്ക് വരും. കാരണം ദൈവത്തിന്റെ നേച്ചർ നമ്മളിപ്പോ നമ്മൾ കേട്ടു വിശുദ്ധിയിലും നിഷ്കളങ്കത്വം. ആ ഒരു അൺചേഞ്ചിങ് ക്യാരക്ടറാണ് ദൈവത്തിന്റെ നേച്ചർ. അതാണ് മലാക്കി 3:6 പറയുന്നത്, ഐ ആം എ ലോർഡ് ഹു ഡസന്റ് ചേഞ്ച്. ഞാൻ മാറ്റമില്ലാത്തൊരു ദൈവമാണ്. അതൊരു ഭാഗത്ത്. വേറൊരു ഭാഗത്ത് ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ മോർ. അപ്പോൾ ഈ രണ്ടിന്റെയും രണ്ട് ആ പില്ലറിൽ വേണം എൻ്റെ നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ നമ്മൾ വീക്ഷിക്കാനും കാണുവാനും സംസാരിക്കാനും. ഒന്ന്, ഗോഡ് ഡസന്റ് ചേഞ്ച് റിഗാർഡ്ലെസ് ഓഫ് സർക്കംസ്റ്റൻസ്. എന്ത് സാഹചര്യത്തിന് നടുവിലും ദൈവം ഡസന്റ് ചേഞ്ച്. രണ്ടാമത്തെ പില്ലർ എന്ന് പറയുന്നത് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ. ഇന്നും നാളെ എന്നേക്കും മാറ്റമില്ലാത്തൊരു ദൈവമാണ്. ആ ദൈവത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളുടെ ഉദ്ദേശം എന്നാ? എന്നെയും നിങ്ങളെയും, സാഹചര്യം നല്ലതുമായിക്കോട്ടെ തീയതുമായിക്കോട്ടെ, എന്തുമായി ബേബി ഗുഡ് ഓർ ബാഡ്, ഗോഡ് വാണ്ട്സ് ടു ചേഞ്ച് യു അക്കോർഡിംഗ് ടു ദ ഗോഡ്. ദൈവത്തിന്റെ നേച്ചറിലേക്ക് ഒരു രൂപാന്തരം. എങ്ങനെ? സാഹചര്യങ്ങൾ എന്തുമായാലും അതിന്റെ നടുവിൽ ഒരു മാറ്റവുമില്ലാതെ, ഒരു കുലുങ്ങാതെയും ഈ സാഹചര്യങ്ങളെ കാണുവാനും ചിന്തിക്കുവാനും സംസാരിക്കുവാനും അതിനോട് പ്രതികരിക്കുവാനും ജീവിത ശൈലിയിലേക്ക് ദൈവം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ സാഹചര്യത്തെ ദൈവം. അപ്പോൾ ഈ സാഹചര്യത്തെ ദൈവം എങ്ങനെ ഉപയോഗിക്കുന്നത്? ദൈവത്തിന്റെ നേച്ചർ അതിനകത്ത് കൊണ്ടുവന്ന്, ആ നേച്ചർ എൻ്റെ നേച്ചറായി കൊണ്ടുവന്ന് ഞാൻ ക്രിസ്തുവിൽ ആരാ എന്നുള്ള വ്യക്തിത്വം, ആ ഐഡന്റിറ്റിയെ അപ്ഗ്രേഡ് ചെയ്യാണ്. ആ ഐഡന്റിറ്റിയെ വലുതാക്കി അടുത്ത തലത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ബിക്കോസ് ദൈവം നിങ്ങളെ നോക്കുമ്പോൾ ഹീ നോ ഹൂ യു ആർ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിൽ ആരാന്ന് ദൈവത്തിന് ഇപ്പോഴറിയാം. അതേസമയം ദൈവം വേറൊരു നിങ്ങളുടെ ഫ്യൂച്ചറും കാണുന്നുണ്ട്. യു ആർ ബിക്കമിങ്. ഇതിലേക്കാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. എന്ത്? നിഷ്കളങ്കനും വിശുദ്ധിയിലും. ഏത് സാഹചര്യത്തിനും നടുവിലും നീ തിരിച്ച് നമ്മൾ പഴയ ജീവിത ശൈലിയിലേക്ക് പോകാതെ ആ പുതിയ ക്രിസ്തുവിലെ പുതിയ മനുഷ്യനിലേക്ക് തന്നെ കണ്ണു കാണാനും അത് കാണുവാനും അതിൽ ചിന്തിക്കുവാനും സംസാരിക്കുവാനുള്ള ആ ജീവിത രൂപമാറ്റത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ സാഹചര്യങ്ങളെല്ലാം ദൈവം ഉപയോഗിക്കുന്നത്. അപ്പോൾ യു ആർ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിങ്ങൾ ദൈവം കാണുമ്പോൾ there is absolutely nothing wrong in you.
പക്ഷെ നമ്മുടെ മനസ്സിനകത്ത് പല ചിന്തകളും പല ബിഹേവിയറും ഇപ്പോഴും കിടപ്പുണ്ട്. പഴയ ജീവിത ശൈലിയിൽ നിന്ന് പലതും കിടപ്പുണ്ട്. അതെങ്ങനെ ഞാൻ ക്രിസ്തുവിൽ ഇതാണ്, പിന്നെ ഇത് എന്തുകൊണ്ടാണ് എൻ്റെ സാഹചര്യം എന്താ, എന്തുകൊണ്ടാണ് ഈ സാഹചര്യം ഇങ്ങനെ ഇരിക്കുന്നത്? കാരണം നമ്മുടെ എല്ലാം ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്തോ, ഏത് സാഹചര്യം നമ്മുടെ മുന്നേ വന്നാലും ഐ വാണ്ട് ദ സിറ്റുവേഷൻ ടു ബി റിസോൾവ്. ഈ സാഹചര്യത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ ബേസിക് മൈൻഡ്. അത് വെച്ചാണ് നമ്മൾ ഇതെല്ലാം ഈ സാഹചര്യത്തെ കാണുന്നത്. കർത്താവെ, യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ എന്നെ എല്ലാത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ഇരിക്കുന്നത്. അതിനെ കൽപ്പിച്ച് അതിനെ ബൈൻഡ് ചെയ്ത് അതിനെ റിലീസ് ചെയ്ത് നമ്മൾ പുറത്തു വരാൻ. ഇതാണ് നമ്മുടെ. അഥവാ ഇത് നടക്കത്തില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ദൈവം ഇപ്പൊ ഒരു സാഹചര്യം വന്നു, നിങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ നമ്മൾ എടുത്ത് ഉപയോഗിച്ചു, ഇത് ബ്രേക്ക് ചെയ്തു, യു കെയിം ഔട്ട്. വെരി ഗുഡ്, കൊള്ളാം. സപ്പോസ് ഗോഡ് ഈസ് ടീച്ചിങ് യു പേഷ്യൻസ്, സഹിഷ്ണുത പഠിപ്പിക്കുക, സഹനശീലം പഠിപ്പിക്കുക. സപ്പോസ് ഗോഡ് ഈസ് ടീച്ചിങ് യു എൻഡ്യൂറൻസ്. സപ്പോസ് ഗോഡ് ഈസ് ടീച്ചിങ് യു പെർസീവറൻസ്. യേശുവിന്റെ നാമത്തിൽ ഉരുട്ടിയിട്ട് പിടിച്ചാലും സാഹചര്യം പോകുമോ? അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ അതിനെ ശരിയല്ലേ? അവിടാണ് മനസ്സിലാക്കേണ്ടത്. ബിക്കോസ് എവറി സിറ്റുവേഷൻ ഞാൻ നിങ്ങളെ കാണേണ്ടത്, വാട്ട് ഈസ് ദിസ് സിറ്റുവേഷൻ? ഈ സാഹചര്യം എന്നെ ദൈവമായിട്ടുള്ള നേച്ചറിൽ റിലേഷൻഷിപ്പിലേക്ക് കണക്ട് ചെയ്യാനാണ് ആദ്യം പഠിക്കണം. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ്, ഐ ജസ്റ്റ് വാണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് പ്രോബ്ലം. അപ്പോൾ ആ പ്രോബ്ലത്തിൽ നമ്മൾ പുറത്തു വന്നാൽ നമ്മൾ ക്രിസ്തു വലുതായെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. നോ, ദാറ്റ് ഈസ് നോട്ട് ദ പ്രൈമറി എയിം ഓഫ് ഗോഡ്. കാരണം ഉൽപ്പത്തിയിൽ 1:26 ദൈവം പറഞ്ഞു വെച്ചു, ലെറ്റ് us make man in our likeness and in our image. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമുക്ക് സൃഷ്ടിക്കാം. അതെങ്ങനെ? ആ സൃഷ്ടിച്ചതാണ് ഉള്ളിൽ ഇരിക്കുന്നത്. പക്ഷെ അത് പുറത്തു വരണം. എങ്ങനെ? ഏത് സാഹചര്യത്തിന് നടുവിലും, നല്ലതായിക്കോട്ടെ തിന്മയായിക്കോട്ടെ, കുലുങ്ങാതെ ഓരാനക്കോ ഇല്ലാതെ പുറത്ത് വരുന്ന ആ സാഹചര്യം, എന്നെ തകർക്കാൻ വന്ന സാഹചര്യത്തെ അതേ സാഹചര്യം എടുത്ത് ഉപയോഗിച്ച് ഞാൻ ക്രിസ്തുവിൽ ആരാന്നുള്ള വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനാണ് ദൈവത്തിന്റെ ഉദ്ദേശം. സോ അത് വേണം ആദ്യത്തെ മൈൻഡ് സെറ്റ്. എവറി സിറ്റുവേഷൻ നിങ്ങൾ കാണേണ്ടത്, ഈ സിറ്റുവേഷൻ എങ്ങനെ ഞാനും ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് എനിക്ക് ഉപയോഗിക്കാം. ദാറ്റ് ഷുഡ് ബി ദ ഫസ്റ്റ് മൈൻഡ് സെറ്റ്. ഇവിടാണ് നമുക്ക് മനസ്സിലാക്കുക. ഇതാണ് നമ്മളിപ്പോൾ എഫിഷ്യൻ നമ്മൾ കേട്ടത്. കാരണം പഴയ മനുഷ്യൻ, ആസക്തികളാൽ കുലുഷിതമായ പഴയ മനുഷ്യനെ, കാരണം ഏത് സാഹചര്യം കണ്ടാലും അയ്യോ ഭയം വന്നു, എന്നെ തകർക്കും, ഞാൻ ബലഹീനനാണ്, ഇതെന്നെ കൊണ്ടേ പോകത്തുള്ളൂ, അത് ഭയം കൊണ്ട് കുലുഷിതമായ പഴയ മനുഷ്യൻ ദൂരെ എറിയാൻ അവർക്കാ പറഞ്ഞേക്കുന്നത്. അതെങ്ങനെ ഞാൻ ദൂരെ എറിയുന്ന സാഹചര്യത്തെ കാണുമ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് വരുമ്പോൾ മനസ്സിലാക്കിക്കോണം. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഒരു സാഹചര്യം നിങ്ങളുടെ മുന്നേ വരുമ്പോൾ the situation is always speaking to you. നിന്നോട് സംസാരിക്കുക. അതേസമയം ആ സാഹചര്യത്തിന്റെ നടുവിലും യേശു സംസാരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ സംസാരിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് കേൾക്കണം. അതാണ് പരിശുദ്ധാത്മാവ് അതെടുത്ത് നമ്മുടെ സുബോധ മനസ്സിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഭയവും ഈ കുലുഷിതമായ ആ പഴയ ബിഹേവിയർ എൻ്റെ നിന്ന് മാറണം. അപ്പോൾ സാഹചര്യത്തെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്ത് പുറത്ത് വരുന്നെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വരുന്നതിന് മുമ്പേ ഈ ഒരു മൈൻഡ് സെറ്റ് വരണം. ഈ സാഹചര്യം God has allowed it so that I can build my relationship with you. ഞാനും ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം പുതുക്കാനും അത് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുവരാനും വേണ്ടി മാത്രമാണ് ഈ സാഹചര്യം വന്നിരിക്കുന്ന മൈൻഡ് സെറ്റിലേക്ക് വരുമ്പോൾ what you are doing, you are giving first preference to God in every situation. ഇതാണ് വചനത്തിൽ പറയുന്നത്, give priority to Jesus in every situation. അപ്പോൾ സാഹചര്യം വരുമ്പോൾ നമ്മുടെ പഴയ മൈൻഡ് സെറ്റ് എപ്പോഴും പറയും, ഐ വോണ്ട് ടു ഗെറ്റ് ഇറ്റ് ഔട്ട്, എനിക്ക് ഇതിനകത്ത് നിന്ന് പുറത്തു വരണം. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഞാൻ ബൈൻഡ് ചെയ്യുന്നു, ഉരുട്ടിയിട്ട് പിടിച്ച് നമ്മൾ പുറത്ത് വരാൻ തോന്നും. നോ, ദാറ്റ് ഷുഡ് നോട്ട് ബി ദ ഫസ്റ്റ് പ്രിഫറൻസ്. ഫസ്റ്റ് പ്രിഫറൻസ് ഇസ് ഹൗ ഗോഡ് വാണ്ട്സ് ടു യൂസ് ദി സിറ്റുവേഷൻ ടു ബിൽഡ് എ ബെറ്റർ റിലേഷൻഷിപ്പ് വിത്ത് മീ. അവിടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർ മനസ്സിലാക്കണം, ഞാൻ പഴയ മനുഷ്യൻ മരിച്ചു, ഇന്ന് ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനാണ്. ആ പുതിയ മനുഷ്യനാണെങ്കിൽ ഐ ഹാവ് ടു സീ ദ സിറ്റുവേഷൻ ഇൻ എ ഡിഫറെന്റ് വേ, ദ ഡിഫറെന്റ് മോട്ടീവ്. എന്തോ മൈൻഡ് സെറ്റ്, ഹൗ ക്യാൻ ഐ യൂസ് ദ സിറ്റുവേഷൻ ടു ഇംപ്രൂവ് മൈ ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഞാൻ ആരാകുന്നു എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതേ സാഹചര്യത്തെ എനിക്ക് ഉപയോഗിക്കും. ഇതാണ് പുതുക്കപ്പെട്ട സൃഷ്ടിയുടെ ഒരു മൈൻഡ് സെറ്റ്. കാരണം ഭയം, ആങ്സൈറ്റി ഇതെല്ലാം വരുമ്പോഴും മനസ്സിലാക്കിക്കോണം, ദാറ്റ്സ് എൻ ഓൾഡ് മൈൻഡ് സെറ്റ്. അത്
ഇന്ന് പിതാവായ ദൈവം നിങ്ങളിൽ കാണുന്നില്ല. കാരണം ആ പഴയ മനുഷ്യനെ ക്രൂശിച്ചു അടക്കി. നമ്മളത് പൊക്കിക്കൊണ്ട് വരണ്ട. എനിക്ക് ഭയമാണ്, എനിക്ക് ഇത് പറ്റത്തില്ല എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വേണ്ട. അത് വരുമ്പോഴേ മനസ്സിലാക്കി യുവർ ഓൾഡ് സെൽഫ്. ഇപ്പൊ മുമ്പ് ഒരു പറഞ്ഞതുപോലെ ഭയം എനിക്ക് വരുന്നു, ഞാൻ എന്ത് ചെയ്യണം? അപ്പോഴേ മനസ്സിലാക്കണം, നെഗറ്റീവ് വരുമ്പോൾ ഡോണ്ട് എന്റർടൈൻ ദ നെഗറ്റീവ്, ലേ അസൈഡ്, അതങ്ങോട്ട് മാറ്റിക്കളയാം. ലീവ് ഇറ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ തിങ്കിങ്. ഇപ്പോൾ നിങ്ങൾ ഒരു സാഹചര്യത്തിന് നടുവിൽ നിങ്ങളുടെ ചിന്ത നിങ്ങളെ എങ്ങും എത്തിക്കുന്നില്ലെങ്കിൽ, വൈ ഡോണ്ട് യു റിപ്പന്റ് ആൻഡ് ഹാവ് ആൻ അനദർ തോട്ട്? റിപ്പന്റൻസ് എന്ന് പറയുന്നത് തന്നെ എന്തോ, ഇറ്റ്സ് എ ഹാവിങ് അനദർ തോട്ട്, ഒരു വേറൊരു വേ ഓഫ് തിങ്കിങ് ആണ്. അത് ലോകപ്രകാരമുള്ള ചിന്തയായിരുന്നു നമ്മൾ ഇത്രയും നാൾ നമ്മൾ വന്നിരുന്നത്. അത് തന്നെയാണ് നമ്മൾ ദൈവരാജ്യത്തിൽ വന്നിട്ടും നമുക്ക് ആ രൂപാന്തരം വരാത്രത്തോളം കാലം നമ്മൾ ഈ സാഹചര്യത്തെ ലോകത്തിന്റെ കണ്ണുകൊണ്ട് കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ യു ഡോണ്ട് അഡ്വാൻസ് ഇൻ ടു ഹൂ യു ആർ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഞാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഏത് സാഹചര്യം മുന്നേ വരുമ്പോഴും മനസ്സിലാക്കണം, യു സ്റ്റാർട്ട് പ്രാക്ടീസിങ്. ആ പഴയ മനുഷ്യൻ മരിച്ചു, ആ പഴയ ഞാൻ മരിച്ചു, ഇനി ഞാൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്. സോ ദർ ഇസ് എ ബെറ്റർ വേ ഓഫ് സീയിങ് ദീസ് തിങ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, ഞാൻ പുതിയ സൃഷ്ടിയാണെങ്കിൽ ഈ സാഹചര്യത്തെ കാണുന്ന രീതി തന്നെ മാറണം, ഈ സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത് മാറണം. കാരണം പഴയ തോട്ടും പഴയ ഇതെല്ലാം നമ്മുടെ മനസ്സിനകത്ത് അങ്ങനെ അടിഞ്ഞ് കിടപ്പുണ്ട്, ഓരോന്നും കിടപ്പുണ്ട്. കാരണം എവിടെ ഇത് പ്രോബ്ലം വരുന്നതെന്നറിയാം, സാഹചര്യം മുന്നേ എന്നിട്ട് സാഹചര്യം ഇങ്ങനെ നെഗറ്റീവ്സ് അയക്കും. ഓ, ഇത് നിങ്ങളെ കൊണ്ടേ പോകത്തുള്ളൂ, യു ആർ വീക്ക്, നിങ്ങൾ ബലഹീനരാണ്, നിങ്ങൾക്കിത് യു കനോട്ട് കം ഔട്ട് ഓഫ് ഇറ്റ് എന്ന് പറയും. Are you going to listen to that voice, or are you going to listen the voice of Jesus who is speaking inside you? How can I listen? How can I hear the voice that's inside me? എൻ്റെ ഉള്ളിൽ നിന്ന് മൃദുല സ്വരത്തിൽ സംസാരിക്കുന്ന യേശുവിന്റെ ശബ്ദം ഞാൻ എങ്ങനെ കേൾക്കും? അപ്പൊ സാഹചര്യം മുന്നേ വെക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഐ സ്റ്റാർട്ട് റിജോയ്സിങ്. അപ്പോൾ ഭയത്തിലിരിക്കുന്ന എങ്ങനെ റിജോയ്സ് ചെയ്യും? അടുത്ത പ്രശ്നം അതങ്ങനെ ഡോക്ടർക്ക് പറയാം. പക്ഷെ എന്റെ പ്രശ്നം ഇതല്ലേ, ഞാൻ അങ്ങനെ റിജോയ്സ് ചെയ്യും. അവിടെ മനസ്സിലാക്കേണ്ടേ, വിൽ, നിങ്ങളുടെ ഇച്ഛ എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇപ്പോൾ നിങ്ങളുടെ ജഡത്തിന് അടിമയായിട്ടിരിക്കുക. ആ ഇച്ഛയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുത്തി കൊടുക്കണം. സറണ്ടർ യുവർ വിൽ. വില്ലിന് ഒരു ഇമോഷൻസും ഇല്ല. അവിടെ മനസ്സിലാക്കേണ്ടേ, വിൽ ഇസ് കോൾഡ് ബ്ലഡഡ്, അതിന് ഒരു ഇമോഷൻസും ഇല്ല. അതേസമയം ഇമോഷൻ എന്ന് പറഞ്ഞ ഒരു വികാര വിചാരങ്ങൾ ഒരു ഏരിയ തന്നെ നമ്മുടെ ബ്രെയിനകത്തുണ്ട്. അപ്പൊ വില്ല് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ the will will take control and said, ഈ സാഹചര്യത്തിന്റെ നടുവിലും ഐ വിൽ ബ്ലസ് ദ ലോർഡ്, ഞാൻ ദൈവത്തെ നന്ദി കരയറ്റും. കാരണം എന്നെ വിടുവിച്ചവന്, എന്റെ കൂടെയുള്ള ദൈവമായി എന്നെ വഴി നടത്താൻ മതിയായവനാണ്. വില്ലിനെ നിങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ the emotions will start following. ഞാൻ നേരത്തെ പറഞ്ഞ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ, ഇത് will follow that. അവിടാണ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഈ ഒരു തലത്തിലേക്ക് ഞാനും നിങ്ങളും. അതുകൊണ്ട് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ, ജഡത്തെ മരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ജോലിയല്ല, നമ്മളെ കൊണ്ട് നടക്കത്തില്ല, പറ്റത്തില്ല. ആ പഴയ സ്വഭാവത്തെ ഒന്നും മോഡിഫൈ ചെയ്യാൻ എന്നെ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. പറ്റുമായിരുന്നെങ്കിൽ ബിഹേവിയർ മോഡിഫിക്കേഷൻ കൊണ്ട് ഒരാൾ ഒരു പുതിയ സൃഷ്ടി ആകുമായിരുന്നെങ്കിൽ, ഒരു പുതിയ പേഴ്സൺ ആകുമായിരുന്നെങ്കിൽ യേശുവിന്റെ ക്രൂശ മരണത്തിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പൊ പിതാവായ ദൈവം നമ്മളെ നോക്കിയപ്പോൾ ഇത് ഒരു കാരണവശാലും ഇതിനെ ഒന്നും മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല, അത്ര മോശമായിരുന്നു നമ്മള്. അതാ വചനം പറയുന്നത്, അതിക്രമത്താലും പാപത്താലും മരിച്ചു കിടക്കായിരുന്നു ഞാനും നിങ്ങളും. പക്ഷെ കരുണാസമ്പന്നനായ ദൈവമോ നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം നമ്മളെ ക്രിസ്തുവിനകത്ത് ഇട്ട് ക്രൂശിൽ മരിപ്പിച്ച പഴയ മനുഷ്യനെ അടക്കി യേശുവിൽ ഒരു പുതിയ സൃഷ്ടിയായിട്ട്, ഒരു പുതിയ വ്യക്തിയായിട്ട് ദൈവം പൊക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇത് പഠിപ്പിക്കുക. എന്ത്? ദൈവത്തിന്റെ വഴികളിലേക്ക് എന്നെ നിങ്ങളെ പഠിപ്പിക്കുക. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഏത് സാഹചര്യം വന്നാലും ഐ മസ്റ്റ് ലേൺ ടു യൂസ് ദ സിറ്റുവേഷൻ. ഈ സാഹചര്യത്തെ എന്നെ ദൈവത്തിന്റെ ബന്ധത്തിലേക്ക് ഉപയോഗത്തക്കവണ്ണം എൻ്റെ മൈൻഡിനെ ഒന്ന് സെറ്റ് ചെയ്യണം. അതാണ് ദ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വലിയവനായ ദൈവം ആരെന്ന് ഞാൻ മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ കൂടാ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം ഏതെല്ലാം വിഷയത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചിട്ടുണ്ട്. എത്രയെല്ലാം മിറക്കിൾ എണ്ണി നോക്കിക്കുക നിങ്ങൾ ഓരോ ജീവിതത്തിൽ. ഇതെന്തിനാ ദൈവം മിറക്കിൾ ഓരോ ജീവിതത്തിൽ തരുന്നത്? നമുക്ക് തരുന്നതിന്റെ ഉദ്ദേശം എന്നാ? കാണിക്കുക, ദിസ് ഈസ് ദ കിങ്ഡം. ഇതാണ് ഈ ശിഷ്യന്മാരെ ദൈവം പഠിപ്പിച്ചത്. മരുഭൂമിയിലാണ്, 10-25 ആൾക്കാരുണ്ട്. ഒരു 3 ദിവസത്തെ യാത്ര വേണം ഒരു പട്ടണത്തിലോട്ട് ചെല്ലണമെങ്കിൽ. മരുഭൂമിയിൽ അവരെ 3 ദിവസം ഇവർ വചനം കേട്ട് ഇങ്ങനെ
ഇരിക്കുക. അവർക്ക് ആഹാരം കൊടുക്കാൻ പറഞ്ഞു കർത്താവ്. ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാർ പറഞ്ഞു, അയ്യോ ഞങ്ങൾ എവിടുന്ന് കൊണ്ടുവരാനാ, ഇത് മരുഭൂമിയാണ്, 250 ദിനാർ ഉണ്ടെങ്കിൽ പോലും ഇത്രയും പേർക്ക് എവിടുന്ന് വാങ്ങിക്കും, ഇവിടെ മാർക്കറ്റ്. കർത്താവിനറിയാം കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ആ കഥകൾ നമുക്കറിയാം. അവരുള്ള 5 അപ്പവും 2 മീനും കൊടുത്ത് കർത്താവ് എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാരുടെ കൈ കൊടുത്ത്, ശിഷ്യന്മാരാണ് ഇത് മുറിച്ച് ബാക്കി കൊടുക്കുന്നത്. കൊടുക്കും തോറും ഇത് വർദ്ധിച്ചത്. അപ്പൊ ദൈവം കാണിയ ദിസ് ഇസ് ദ കിങ്ഡം. ഇതാണ് പഴയ നിയമ ഇസ്രായേൽ മക്കളെ ദൈവം പഠിപ്പിച്ചത്. 40 വർഷക്കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എവിടുന്ന് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ്? എല്ലാ ദിവസവും രാവിലെ മന്ന വീട്ടും പടിക്ക് വാതിക്കൽ വെച്ചേക്കുക. ദാഹിക്കുമ്പോ പാറ അടിക്കുമ്പോ വെള്ളം വരുന്നു. What a mighty God we serve. ഈ ദൈവം ഇന്ന് എന്റെ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുക. ദൈവരാജ്യത്തിന്റെ മാർമികം തുറന്നു കാണിക്കാൻ, കണ്ണൊന്ന് തുറന്നു കാണിക്കാൻ. ഇതാ 1 Corinthians 2:9. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല. ആ ദൈവരാജ്യത്തിന്റെ മഹത്വങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലിരിക്കണം, കാണിച്ചു തരാണ്. അപ്പൊ കണ്ണ് തുറന്നൊന്ന് കാണണം ദൈവരാജ്യം. അപ്പോ സാഹചര്യത്തെ ദൈവരാജ്യത്തിന്റെ കണ്ണുകൊണ്ട് ഞാൻ തുറന്നു നോക്കണം. എന്റെ കണ്ണുകൊണ്ടല്ല, എന്റെ നാച്ചുറൽ ഐസ് കൊണ്ടല്ല, ഹൃദയ കണ്ണുകൊണ്ട് കാണണം. 2, എന്റെ ചെവി കേട്ടിട്ടില്ല, കേൾക്കാത്ത കാര്യങ്ങൾ. ലോകത്തിൽ നിന്ന് കേട്ടത് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ തലയിൽ ഇരിപ്പുണ്ട്. അവർ പറയുന്നത്, ലോകക്കാർ പറയുന്നത്, നോ നോ, ദ കിങ്ഡം ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. അപ്പൊ ഈ സാഹചര്യത്തിന്മേൽ ദൈവരാജ്യത്തിന്റെ മൈൻഡ് സെറ്റ് ഞാൻ വരണം. അതേസമയം ഇത് രണ്ടും, എന്റെ കാഴ്ചയും എന്റെ മൈൻഡും മാറുമ്പോൾ എന്റെ സംസാര രീതി തന്നെ മാറും. ദൈവരാജ്യത്തിന്റെ സംസാരം ഒരു ഉദാഹരണം. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ബൈ ദ പവർ ഓഫ് ക്രൈസ്റ്റ് ദാറ്റ് ഈസ് ഇൻ മീ. സകലത്തിന്മേലും എനിക്ക് ജയമെടുക്കാൻ കർത്താവ് ക്രിസ്തു എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ജയമെടുക്കാൻ പറ്റും. എൻ്റെ ലാംഗ്വേജ് തന്നെ മാറി. കാരണം എന്നാ, ഇതേ സാഹചര്യത്തെ നോക്കിയാണ് ഞാൻ പറയുന്നത്. ഈ സാഹചര്യം എന്നെ തളർത്താൻ വന്ന അതേ സാഹചര്യത്തെ നോക്കി ഞാൻ പറയുന്നത്, നോ, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. കാരണം എന്നാ, നിങ്ങൾ ഒരു പടി ദൈവമായിട്ടൊരു ബന്ധത്തിൽ എത്തിക്കഴിഞ്ഞു. അതേ സാഹചര്യം. സോ വാട്ട് എവർ ദ സിറ്റുവേഷൻ റൈറ്റ് ബിഫോർ യു, ആ സാഹചര്യം എന്നെ തളർത്താൻ വന്ന അതേ സാഹചര്യം, ലുക്ക് അറ്റ് ദ ബ്യൂട്ടി ഓഫ് ഗോഡ്. അതേ സാഹചര്യം ദൈവം എടുത്ത് ഞാനും നിങ്ങളും ദൈവത്തിൽ ഒരു പടി കൂടെ വളരാൻ, മനസ്സ് രൂപാന്തരപ്പെടുത്ത് ക്രിസ്തുവിലേക്ക്, അടുത്ത വ്യക്തിത്വത്തിലേക്ക്, ഹു ആർ ഇൻ ക്രൈസ്റ്റിലേക്ക് ദൈവം വളർത്താൻ ദൈവം ഉപയോഗിക്കുക. അപ്പൊ അതിന് ആദ്യത്തെ പടി എന്നോ, ഐ ഹാവ് ടു സ്റ്റാർട്ട് മാഗ്നിഫൈങ് ദ ലോർഡ്. ലോകപ്രകാരം ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഈ സാഹചര്യത്തെ ഞാൻ അങ്ങ് വലുതാക്കും തോറും ഞാൻ ചെറുതായിക്കൊണ്ടിരിക്കും. അതേസമയം ഈ വലിയവനായ ദൈവത്തെ, ഹി ഈസ് ഇനഫ് ആൻഡ് മോർ ഫോർ മീ. ഈ വലിയവനായ ദൈവത്തെ നിങ്ങൾ സ്തുതിക്കുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്യുന്നത്? യു ആർ മാഗ്നിഫൈങ് ദ ലോർഡ് ഹു ഈസ് ഇൻ യു. അപ്പൊ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം ഒന്ന് ക്വയറ്റൻ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ സാഹചര്യത്തെ യേശു എങ്ങനെ കാണുന്നു എന്നുള്ള ഒരു ബന്ധത്തിലേക്ക്. സോ ഇന്ന് നമുക്ക് ഒരു സാഹചര്യം നിങ്ങളുടെ മുന്നേ നിൽക്കുമ്പോൾ ആദ്യം നിങ്ങൾ, ഹൗ ക്യാൻ ഐ യൂസ് ദിസ് സിറ്റുവേഷൻ ടു ബിൽഡ് എ ബെറ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീ ആൻഡ് ഗോഡ്. അപ്പൊ ആദ്യത്തെ ചോദ്യം നമുക്ക് എപ്പോഴും ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എപ്പോഴും നല്ല. ബിക്കോസ് വെൻ യു ആസ്ക് ക്വസ്റ്റ്യൻസ്, ഇറ്റ് ഓപ്പൺസ് അപ്പ് ഇൻ മെനി ക്വസ്റ്റ്യൻസ്. ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് ഇറ്റ്സ് ഓൾവേസ് ചോദ്യങ്ങൾ, നമുക്ക് ദൈവവുമായിട്ടുള്ള ചോദ്യങ്ങൾ എപ്പോഴും നമ്മളെ സഹായിക്കും. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദിസ് ലോർഡ്? കർത്താവേ, അങ്ങനെ എന്തായി കാണുന്നു ഈ സാഹചര്യം? എന്റെ പഴയ മനുഷ്യനല്ല, ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടി. അതുകൊണ്ട് എനിക്ക് അങ്ങ് കാണുന്ന ആ കണ്ണിൽ കൂടെ എനിക്ക് ഈ സാഹചര്യത്തെ കാണും. So what is this? What you are seeing? കർത്താവേ, എന്താണ് അങ്ങ് ഈ സാഹചര്യത്തെ കാണുന്നത്? Then how to process that? അപ്പോൾ കർത്താവിന്റെ കാഴ്ച നിങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. വാട്ട് ഈസ് സീയിങ് എന്ന് കാണിച്ചു തരുമ്പോൾ വാട്ട് ഹാപ്പൻസ്? അപ്പൊ അത് വരുന്ന എപ്പോഴാണ്? നിങ്ങൾ ആരാധിച്ച് ദൈവത്തെ നന്ദി കരയേറ്റുമ്പോൾ യുവർ സ്പിരിറ്റ്, ഇതെല്ലാം ആത്മീയ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു കാര്യമാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ദ റിയൽ ക്രിസ്ത്യൻ ലൈഫ് ഇൻ ദ സ്പിരിറ്റിലാണ് നടക്കുന്നത്. ആ സ്പിരിറ്റിലാണ്, ഇത് ആത്മീയ മണ്ഡലത്തിലാണ് ഇതെല്ലാം നമ്മൾ കാണുന്നത്. കാരണം ഇതിനെതിരെ ഒരുപാട് ചിന്തകളും സങ്കല്പങ്ങളും വരും. നമ്മൾ ഇന്നലെ കേട്ടത് അതിനൊക്കെ ഇടിച്ച് താക്കണം. അപ്പൊ ക്രിസ്തുവിൽ ആരാന്നുള്ളതിന് ആ ബോധ്യത്തിൽ വരുമ്പോഴേ ഇതിനെല്ലാം താത്ത് കഴിയുമ്പോഴത്തേ പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണിക്കുമ്പോൾ യു ബി ലിഫ്റ്റഡ് എബവ്. കാരണം നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തിലാണ് ഇരുത്തിയിരിക്കുന്നുവെങ്കിൽ അവിടുന്ന് കാര്യങ്ങളെ കാണുകയും ചിന്തിക്കുകയും. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് വരുമ്പോൾ ഈ പരിശുദ്ധാത്മായിട്ട് നിങ്ങൾ പാർട്ട്ണർഷിപ്പ് വരുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ദ ഹോളി സ്പിരിറ്റ് വിൽ ടേക്ക് യു അബവ് ദ സിറ്റുവേഷൻ ആൻഡ് ഷോ
what he is seeing. കർത്താവ് ഈ സാഹചര്യത്തെ എങ്ങനെ കാണുന്നു, കർത്താവ് ഈ സാഹചര്യത്തെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, സംസാരിക്കുന്നു എന്ന് വെച്ചാൽ ലോകപ്രകാരമുള്ള കാഴ്ചയിൽ നിന്ന്, ലോകപ്രകാരമുള്ള ചിന്തയിൽ നിന്ന് ദൈവത്തിന്റെ വഴികളിലേക്ക് ദൈവം കാണുന്നത് എങ്ങനെ കണ്ണ് കണ്ടിട്ടില്ല, ഇപ്പോ പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണിക്കുന്നു. ചെവി കേട്ടിട്ടില്ല, പക്ഷെ ദൈവത്തിന്റെ ചിന്ത പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ഇത് രണ്ടും വരുമ്പോൾ ഗ്രഹിക്കാൻ തുടങ്ങും. ഹൃദയം കൊണ്ട് ആദ്യം കാണാൻ തുടങ്ങുമ്പോൾ ഹൃദയവും മനസ്സും കൂടെ ഒരുമിച്ച് വൺ ലൈൻ സിംഗിൾ ഫോക്കസ്ഡ് ആകുമ്പോൾ യു ബിക്കം സിംഗിൾ മൈൻഡഡ്നെസ്. ഒരു മനസ്സിലേക്ക് നിങ്ങൾ വരും. എന്ന് വെച്ചാൽ ഹൃദയത്തെ കാണുന്നത് മനസ്സുകൊണ്ട് നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോഴാണ് ആ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ ലോകപ്രകാരമുള്ള കാഴ്ചയിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ വരും. അവിടാണ് നിങ്ങൾ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഭയത്തിലേക്കും വികാരഭരിതനായിട്ട് നിങ്ങൾ മാറുന്നുണ്ട്, മനസ്സിലാക്കിയോളൂ യു ആർ ഡീഫോൾട്ടിങ് അഗെയിൻ ബാക്ക് ടു ദ ഓൾഡ് നേച്ചർ അണ്ടർ പ്രഷർ. അത് നിങ്ങളുടെ കുഴപ്പമാണ്, നിങ്ങൾ ധരിക്കുകയും വേണ്ട. എന്നോ അപ്പോൾ ഉടനെ നിങ്ങൾ എന്നോ അത് മരിച്ചു, അത് ഞാനല്ല, ഇനി ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയതാണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ കാഴ്ച എനിക്കുണ്ട്, ഒരു പുതിയ ചിന്ത ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തരാൻ റെഡിയാണ്. സോ ഐ ആം അലൈനിങ് മൈ മൈൻഡ്. ആ സാഹചര്യത്തിലാണ് നോക്കുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ നന്ദി കയറ്റുമ്പോൾ യു ആർ ഷിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ പഴയ മനുഷ്യനെ ദൂരെ നിങ്ങൾ എറിഞ്ഞു, ഇപ്പോൾ പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കാൻ പഠിക്കുകയാണ്. ഇതൊരു ഡെയിലി പ്രോസസ്സാണ്. യു ഹാവ് ടു കീപ് ഓൺ ഡൂയിങ് ഇറ്റ്. കാരണം ദൈവത്തിന്റെ ഇവിടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വോയിസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ നേച്ചർ, ദൈവത്തിന്റെ ക്യാരക്ടർ വോയിസ് ആയിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് സംസാരിക്കുക. ഇതാണ് ഏറ്റവും ദ ബിഗ്ഗസ്റ്റ് വെപ്പൺ അഗൈൻസ്റ്റ് എനി പവർ. നമുക്കെല്ലാം വേണ്ടത് അതോറിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ബൈൻഡ് ചെയ്ത് പുറത്ത് വരണം. നോ, the giftsനെ കാട്ടി, gift of the spiritനെ കാട്ടി ഏറ്റവും best and the biggest weapon is the fruit of the spirit. ആത്മാവിന്റെ ഫലമാണ് ഏറ്റവും വലുത്. കാരണം ഒരു സാഹചര്യം എന്നെ കുലുഷിതമാക്കുന്ന ഒരു സാഹചര്യത്തിന്റെ നടുവിൽ എന്നെ പിടിച്ചു നിർത്തണമെങ്കിൽ ആത്മസംയമനം വേണം, സെൽഫ് കൺട്രോൾ വേണം. അതൊരു ഫലമാണ്, പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലമായത്. ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്, വിത്ത് പോലെ ഉള്ളൂ. അപ്പോൾ ദ ഹോളി സ്പിരിറ്റ് ആദ്യം ചെയ്യുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു പോസ്റ്റ് ബട്ടൺ ഇടുമ്പോൾ സെൽഫിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് ദ ഹോളി സ്പിരിറ്റ് വിൽ ഹെൽപ്പ് യു നോട്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് കൺട്രോൾ ഓഫ് ദ സിറ്റുവേഷൻ. ആ സാഹചര്യം നടുവിൽ ഇങ്ങനെ നിർത്തി ദൈവത്തെ മാത്രം ആരാധിക്കാൻ ആ മൈൻഡ് സെറ്റിലേക്ക് വരുമ്പോൾ ഈ ഡിഫറെൻ്റ് ഐസ് കൊണ്ട് നിങ്ങൾ കാണാൻ തുടങ്ങും. കണ്ണ് കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധ യേശു നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട്, നിങ്ങൾ യേശുവിൽ ഒരു പുതിയ സൃഷ്ടിയായ ഉള്ളത്, ആ ജീവിത ശൈലിയിലേക്ക് കാഴ്ച നിങ്ങൾ സെറ്റ് ചെയ്യും ദൈവം. പരിശുദ്ധാത്മ ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇന്ന് ചെയ്യുന്നതാണ്. അതിന്റെ ഫസ്റ്റ് നമ്മുടെ നമ്മുടെ വില്ലിന്, നിങ്ങളുടെ ഇച്ഛയെ ദൈവം ബ്രേക്ക് ചെയ്ത് ഫ്ലഷിനെ അതിന്റെ കൺട്രോളിൽ കൊണ്ടുവരണം. കാരണം എപ്പോഴും നമ്മുടെ പ്രോബ്ലം എന്നാ, ഏത് സാഹചര്യത്തെ നടുവിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജഡം അങ്ങ് പൊങ്ങി വരും. മൈൻഡ് ജഡത്തിൽ നമ്മൾ സെറ്റ് ചെയ്യും. ഇഫ് യുവർ മൈൻഡ് ഇസ് സെറ്റ് ഓൺ ഫ്ലഷ്, ജഡത്തിൽ മനസ്സ് വെക്കുമ്പോൾ അതിന്റെ ഫലം എന്തോ ഡെത്താണ്. ഡെത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ്, കോൺസിക്വൻസസ് ആണ്. അതേസമയം ദ മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ്, ആത്മാവിൽ മനസ്സ് ഉറച്ചിരിക്കുകയാണെങ്കിൽ അത് ലൈഫ് ആൻഡ് പീസ് ആണ്. അപ്പോൾ ഏത് സാഹചര്യത്തെ നടുവിലും ആദ്യം ഒരു സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരാൻ ദൈവം ആദ്യം നമ്മളെ കൊണ്ടുവരും. അതാണ് സെൽഫ് കൺട്രോൾ എന്ന പോസ് കൊണ്ടുവരുന്നത്. ഒന്ന് സെൽഫ് കൺട്രോൾ കൊണ്ടുവന്ന് നമ്മളെ ഒന്ന് കടിഞ്ഞാനിട്ട് നമ്മളെ ഇവിടെ ഒന്ന് നിർത്തി കഴിയുമ്പോൾ യു ഗെറ്റ് ബാക്ക് ഇൻ ടു ദ പീസ് ആൻഡ് റെസ്റ്റ്. കാരണം നിങ്ങളുടെ ഉള്ളിലെ അകമേ ഇരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ മനുഷ്യൻ, നിങ്ങളുടെ യഥാർത്ഥ യു, ദ ട്രൂ യു ഇൻ ക്രൈസ്റ്റ് ഈസ് ഓൾവേസ് ഇൻ റെസ്റ്റ് ആൻഡ് പീസ്. സ്വസ്ഥതയും സമാധാനത്തിലാണ്. അതിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളെ കണ്ണ് കാണാത്ത രീതിയിൽ, ചെവി കേൾക്കാത്ത രീതിയിൽ, ഒരിക്കലും ഹൃദയത്തിൽ തോന്നാത്ത കാര്യങ്ങളെ ദൈവം അതേ സാഹചര്യത്തിൽ നടുവിൽ തന്നെ നിങ്ങളെ കാണിച്ച് അടുത്തൊരു വളർച്ചയിലേക്ക് നമ്മളെ കൊണ്ടുവരും. അപ്പോൾ ഏത് സാഹചര്യത്തിൽ നടുവിൽ ഉടനെ നിങ്ങളുടെ ഇമോഷൻസിനകത്ത് ആങ്സൈറ്റി, ഫിയർ, വറി ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ദാറ്റ്സ് എൻ ഓൾഡ് മൈൻഡ് സെറ്റ്. അതല്ല ഞാൻ, ദൈവം ഇത് വേറെ ബന്ധത്തിലേക്ക്, എന്നെ ക്രിസ്തുവിന്റെ ബന്ധത്തിലേക്ക്, ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം എന്നെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്യേണ്ടത് സാഹചര്യമല്ല വലുതാക്കേണ്ടത്, എൻ്റെ ഉള്ളിൽ വന്ന കർത്താവിനെ ഞാൻ വലുതാക്കുക. ആ കർത്താവിനെ ഞാൻ വലുതാക്കുമ്പോൾ ജീസസ് ബിഗിൻസ് ടു ബിക്കം ബിഗർ. എൻ്റെ ദൈവമക്കളെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി, ദ ബിഗർ ഈസ് യുവർ സിറ്റുവേഷൻ. സാഹചര്യങ്ങൾ എത്ര വലുതുമായിക്കോട്ടെ,
അത്ര വലുതാണ് നിങ്ങളുടെ വാഗ്ദത്വവും നിങ്ങളുടെ പ്രോമിസസ്. ചില സാഹചര്യങ്ങൾ നമ്മൾ നീണ്ടുപോകുമ്പോൾ മനസ്സിലാക്കണം നിങ്ങളുടെ പ്രോമിസസും അത്ര വലുതാണ്. അപ്പൊ ദൈവം നിങ്ങളെ ആ സാഹചര്യത്തിലൂടെ കൊണ്ടുപോകും. എനിക്ക് നിങ്ങൾക്കും എല്ലാം 3 വിധത്തിൽ പോകേണ്ടി വരും. ചില സാഹചര്യങ്ങൾ മുന്നേ ദൈവം നമ്മളെ വിടുവിക്കും, ചില സാഹചര്യങ്ങളിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്തുനിന്ന് വിടുവിക്കും, ചില സാഹചര്യങ്ങളിൽ അകത്തൂടെ വന്ന് നമ്മൾ പുറത്ത് വരുമ്പോൾ വിശുദ്ധിയിലും ഹോളിനെസ്സിനുമായിട്ട് പുറത്ത് ശോഭനമായിട്ട് കൊണ്ടുവരും. കാരണം എന്താണ് ഉദ്ദേശം? ദൈവത്തിന് അത്യന്തികമായ ഉദ്ദേശം ഹി വാണ്ട്സ് ടു റൈസ് അപ്പ് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഇൻ ഗ്ലോറി. മഹത്വത്തിൻ്റെതായിട്ട് നമ്മളെ ഓരോരുത്തരും മഹത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവരണം. ഇവിടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല കാര്യങ്ങളും പല അറിവുകളും നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഉടനെ നമ്മൾ പഴയ നിയമത്തിലെ ചില ചിന്തകളൊക്കെ പൊങ്ങി നമ്മുടെ മനസ്സിലോട്ട് വരും. അങ്ങനെയാണ് അവിടെ അങ്ങനെ വന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാല് ഇപ്പോഴും ആ മൂടുപടം നമ്മുടെ മുന്നിൽ ഇരിപ്പുണ്ട്. ആ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചു, 2 കൊരിന്ത്യർ 3:15 ഒന്ന് വായിച്ചു. കാരണം പഴയ നിയമത്തിലെ പല കാര്യങ്ങളും ഭാഗികമാണ്, മുഴുവനും വെളിപ്പെട്ടിട്ടില്ല. ഇറ്റ്സ് ഓൾ ഇൻകംപ്ലീറ്റ്, ഇറ്റ്സ് ഓൺലി പാർഷ്യൽ ട്രൂത്ത്. യേശു വന്നപ്പോഴാണ് ഫുൾ ട്രൂത്ത്. പിതാവ് ആര്, ഈ പിതാവ് എന്ത് എന്നുള്ളത് ഫുൾ ട്രൂത്ത് വന്ന യേശു എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ഫുട്ട് ന്യൂ ടെസ്റ്റ്മെന്റിലും പുതിയ സൃഷ്ടിയിലും ഒരു ഫുട്ട് പഴയ നിയമത്തിലും ഇരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് നോക്കിയാണോ? 3:15 2 Corinthians 3:15. അതെ, ഇന്ന് മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ ഒരു മൂടുപടം കിടക്കുന്നുണ്ട്. എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. കർത്താവ് ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇതാ കർത്താവ് വന്ന് നമ്മളെ ഫ്രീഡത്തിൽ തന്നത്. പഴയ നിയമത്തിലെ പല കാര്യങ്ങളും ദഹിപ്പിക്കുന്ന ദൈവം, കൊന്നൊടുക്കിയ ദൈവം, അത് അവരുടെ അറിവിൽ അവർ എഴുതിയതാണ്. ദാറ്റ് ഇസ് നോട്ട് ദ ഫുൾ ട്രൂത്ത്. അപ്പൊ ഇപ്പോഴും ആ ഒരു വാക്യം എടുത്തോണ്ട് പുതിയ നിയമത്തെ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ പോയാൽ ബുദ്ധിമുട്ട് വരും. ദ ഫുൾ ട്രൂത്ത് ഇസ് ജീസസ്. യേശു ഒന്ന് വളരെ വ്യക്തപ്പെട്ടു. അപ്പൊ ആ മൂടുപടം എടുത്ത് മാറ്റണം. ആ പഴയ മനുഷ്യനെ എടുത്തു മാറ്റി ക്രിസ്തുവിൽ നിങ്ങൾ ആരാന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വരുമ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക്, ദ ഫ്രീഡം, wherever the spirit is there is freedom. കൺഫ്യൂഷന്റെ സ്പിരിറ്റ് അല്ല ഹോളി സ്പിരിറ്റ്. Holy Spirit always comes in freedom. It is for freedom that Jesus has set us free. അപ്പൊ ഏത് സാഹചര്യത്തെയും പുതിയ കണ്ണുകൊണ്ട് കാണാനും ചിന്തിക്കുവാനും സംസാരിക്കുവാനും റെസ്പോണ്ട് ചെയ്യാനും ഒരു ജീവിത ശൈലിയിലേക്കുള്ള രൂപാന്തരമാണ് ഓരോ സാഹചര്യവും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ അയക്കുന്നത്. ആ റിലേഷൻഷിപ്പാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ ഗുഡ്നെസ് ഞാൻ നിങ്ങൾ നിറയണം. ഈ ദൈവം ആര്, ഈ ദൈവം എനിക്കാര്, പേഴ്സണലായിട്ട് ആ ഗുഡ്നെസ്സിലേക്ക് നമ്മൾ നിറയണം. ആ ഗുഡ്നെസ് എന്തുവാ? ഈസ് ലവിങ്, ഈസ് പീസ്ഫുൾ, ഈസ് റെസ്റ്റ്ഫുൾ. ഇത് ഓരോ ആത്മാവിന്റെ ഫലം എല്ലാം ദൈവത്തിന്റെ ഓരോ ഗുഡ്നെസ്സാണ്. ഈസ് ഫെയ്ത്ത്ഫുൾ, ഈസ് ഒബീഡിയന്റ്, ഈസ് കൈൻഡ്നെസ്, ഈസ് ഗുഡ്നെസ് ആൻഡ് ഈസ് സെൽഫ് കൺട്രോൾ. ഇതെല്ലാം ഓരോന്നും ഞാൻ നിങ്ങൾ നിറയണം. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കും, ഇതൊക്കെ ഉണ്ടെങ്കിലും ചുറ്റുപാട് നോക്കിക്കേ എങ്ങനാ, ഈ ലോകത്തോട്ട് നോക്കിയാ എങ്ങനാ? അവിടാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ രൂപാന്തരപ്പെട്ടിട്ടില്ല. ബട്ട് വി ആർ പോയിന്റിങ് എ ഫിംഗർ അറ്റ് ദ പീപ്പിൾ. എന്റെ അയലോക്കക്കാരൻ അങ്ങനല്ലല്ലോ. ഐ എം നോട്ട് ടു ജഡ്ജ് ദം. അതിനല്ല നമ്മളെ വെച്ചിരിക്കുന്നത്. ഞാൻ രൂപാന്തരപ്പെടണം. കാരണം ഒരു രൂപാന്തരപ്പെട്ട വ്യക്തിയെ മനസ്സ് പുതുക്കുമ്പോഴേ ഒരു വ്യക്തി തന്നെ രൂപാന്തരപ്പെടുന്നുള്ളൂ. രൂപാന്തരപ്പെട്ട വ്യക്തിക്ക് മാത്രമേ അടുത്ത ഒരാളെ രൂപാന്തരപ്പെടുത്താൻ പറ്റുള്ളൂ. രൂപാന്തരപ്പെട്ട വ്യക്തികൾ കൂടുമ്പോൾ സമൂഹത്തെ രൂപാന്തരപ്പെടുത്താൻ പറ്റും. സമൂഹത്തെ രൂപാന്തരപ്പെടുത്തിക്കുമ്പോൾ ദേശങ്ങളെ എനിക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും. അത് ടിപ്പിക്കൽ എക്സാമ്പിൾ യേശു എന്ന് പറഞ്ഞത് കാണിച്ചു. ഡു നോട്ട് ഓവർകം ഈവിൾ വിത്ത് ഈവിൾ. തിന്മ കൊണ്ട് എതിർക്കാതെ തിന്മയെ നന്മ കൊണ്ട് എതിർക്കുക. അത് എൻ്റെ ജീവിതത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഈ നന്മ കൊണ്ട് ഞാൻ നിറയണം. ഞാൻ ഈ ക്രിസ്തുവിൽ ആരാന്നുള്ള ബോധ്യത്തിൽ വരണം. എൻ്റെ ഐഡന്റിറ്റി തന്നെ അപ്ഗ്രേഡ് ചെയ്ത് ഓരോ സാഹചര്യത്തെ, ഏത് സാഹചര്യത്തെ ഭയത്തിലും വികാരഭരിതനാണ് ഞാൻ കണ്ടിരുന്ന ആ സാഹചര്യത്തെ ദൈവം അതേ സാഹചര്യം എടുത്ത് നന്മയ്ക്കായി കൂടി വ്യാപരിച്ച് ഒരു പടി ക്രിസ്തുവിൽ ഞാൻ വളർന്നു. ഓരോ ഘട്ടത്തിലും ഞാൻ വളർന്ന് അടുത്ത തലത്തിലേക്ക് വളർന്നു വരുന്നതോറും എൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ നന്മ, ദൈവത്തിൻ്റെ ഓരോ ഫ്രൂട്ട്സും ഫലമായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതോറും ദൈവം നമ്മളിൽ കൂടെ ലോകക്കാരെ യേശുവിനെ കാണും. എൻ്റെ ദൈവമക്കളെ, ലോകത്തുള്ളവർ ഇന്ന് ദേ ഡോണ്ട് റീഡ് ദ ബൈബിൾ ബട്ട് ദേ റീഡ് യു. ഞാൻ പല പ്രാവശ്യം പറയുന്ന ഒരു കാര്യം, നമ്മളെ അവർ വായിക്കും. ഹൗ യു ബിഹേവ്, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മുടെ കുടുംബജീവിതം എങ്ങനെ നമ്മൾ നയിക്കുന്നു, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ നടത്തുന്നു, ഇതെല്ലാം ദേ വാച്ചിങ് ഇറ്റ്. അത് ഞാൻ രൂപാന്തരപ്പെടണം.
ഞാൻ രൂപാന്തരപ്പെടുമ്പോൾ എൻ്റെ ചുറ്റുമുള്ളവരെ രൂപാന്തരപ്പെടുത്താനുള്ള അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. അപ്പോൾ ഏത് സാഹചര്യത്തിന് നടുവിലും മനസ്സിലാക്കേണ്ട പഴയ മനുഷ്യൻ കലുഷിതമായ മോഹങ്ങളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയാനാണ്. അത് ഞാനല്ല ചെയ്യുന്ന, കർത്താവ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. എൻ്റെ നോ, ദാറ്റ് ഈസ് എൻ ഓൾഡ് മൈൻഡ് സെറ്റ്. അതിനെ ഞാൻ ലേ എസൈഡ്. അതല്ല ഞാൻ. ഇന്ന് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. വിശുദ്ധിയിലും നീതിയിലും സൃഷ്ടിക്കപ്പെട്ട, ദൈവാനുരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട യേശുവിലെ ഞാൻ ഞാൻ വളർച്ചയുടെ ഘട്ടമാണ്. അതുകൊണ്ട് ഈ സാഹചര്യത്തെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തെ ദൈവമായിട്ടൊരു വ്യക്തിപരമായ ബന്ധത്തിന് ഞാൻ അതിനെ ഉപയോഗിക്കാൻ പോവാം. അപ്പോൾ കം ബാക്ക് ആൻഡ് ആസ്ക് ദി ലോർഡ്, വാട്ട് ഈസ് ഇറ്റ്? കർത്താവെ, അങ്ങ് എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? എന്നെ ഒന്ന് കാണിച്ചു തരാം. അങ്ങ് ഈ സാഹചര്യത്തെ കുറിച്ച് എന്ത് ചിന്തിക്കും? അങ്ങ് ഈ സാഹചര്യത്തിന് നടുവിൽ എനിക്കാരാണ്? So these are the three things you can ask. And then ഈ പാർട്ട്ണർഷിപ്പ്, ഈ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വരണം. എന്താ പാർട്ട്ണർഷിപ്പ്? എൻ്റെ വില്ലിനെ പരിശുദ്ധാത്മാവിന് ഞാൻ സബ്മിറ്റ് ചെയ്ത് കൊടുത്തിട്ട് വില്ല് ആത്മാവിന് കീഴ്പ്പെടുമ്പോൾ യു ബി ഓൾവേസ് ലെഡ് ബൈ ദ സ്പിരിറ്റ്. ആത്മാവിലാണ് നയിക്കപ്പെടും. ഇന്ന് നമ്മൾ ആത്മാവിലാണ് നയിക്കപ്പെടും നമ്മൾ പറയുമ്പോഴും എപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡ് ഡീഫോൾട്ട് ചെയ്ത പഴയ മനുഷ്യനിലേക്ക് പോകും. അതെപ്പോഴാ? ഭയം, ആങ്സൈറ്റി, വറി, വികാരഭരിതരായ മനസ്സിലാണ്. അപ്പം മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെയുള്ള ഇമോഷൻസാണ് വരുന്നെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, പഴയ മനുഷ്യൻ പോയി. നോ, അതല്ല ഞാൻ. അതിനെ ഞാൻ ദൂരെ എറിഞ്ഞു. കർത്താവ് ക്രൂശിച്ചതാണ്. അതിനെ ഞാൻ ഉരിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ കാഴ്ചയിലേക്ക് വന്ന് ഈ സാഹചര്യത്തെ കർത്താവിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ ഞാൻ പരിശീലിപ്പിക്കപ്പെടുക. കർത്താവിൻ്റെ ചിന്ത കൊണ്ട് ചിന്തിക്കുവാൻ എന്നെ പരിശീലിപ്പിക്കുക. അത് രണ്ടും ശരിയാകുമ്പോൾ എൻ്റെ സംസാര ദൈവരാജ്യത്തിൻ്റെ സംസാരത്തിലേക്ക് വരാൻ ഒരു പരിശീലനമാണ്. എങ്ങനെ പ്രതികരിക്കണം, അതും ഒരു പരിശീലനമാണ്. എൻ്റെ ദൈവമക്കളെ, എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഇറ്റ് ഇസ് എ ടെസ്റ്റിംഗ് ആൻഡ് എ പ്രൂവിങ് ഗ്രൗണ്ട്. നിങ്ങളുടെ ഒരു ശോധനയുടെ സമയം. എന്ത് ടെസ്റ്റ് ചെയ്യണം? എന്താ ടെസ്റ്റ് ചെയ്യുന്നത്? ഈ കർത്താവ് എനിക്കാരാ? എൻ്റെ ഉള്ളിലിരിക്കുന്ന കർത്താവ് എനിക്കാരാ? ഈ വലിയനായ ദൈവം എനിക്കാരാ? എൻ്റെ സാഹചര്യത്തെ നടുവിൽ പേഴ്സണലായിട്ട് എനിക്കാരാ എന്നുള്ള ഒരു പഠിപ്പീരിലേക്ക് വരുമ്പോൾ പഴയ മനുഷ്യനെ നിങ്ങൾ ഉരിഞ്ഞു കളഞ്ഞ് അതിലേക്ക് നിങ്ങൾ നോക്കത്തില്ല. പുതിയ മനുഷ്യനിലേക്ക് നിങ്ങൾ വളരാൻ തുടങ്ങും. നിങ്ങളുടെ ചിന്ത മാറും, നിങ്ങളുടെ കാഴ്ച മാറും, ചിന്ത മാറും, സംസാരം മാറും, നിങ്ങളുടെ പ്രതികരണവും മാറി മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ഇന്നാളുകൾ ഓരോ സാഹചര്യത്തെ എടുത്ത് ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ.